ഗംഭീരമായിട്ട് അടുത്ത പണി ആരൊക്കെയാ നോക്ക്. അടുത്ത പണി അടുത്ത സെന്റ് ജോർജ് ഒന്നാം ട്രാക്കിൽ വരുമ്പോൾ രണ്ടാം ട്രാക്കിൽ എത്തുന്ന നടുഭാഗമാണ് കാരണമായ നടുഭാഗം. നെഹ്റു ട്രോഫി കാലം മുതൽ തന്നെ കേൾക്കുന്ന നടുഭാഗം. മൂന്നാം ട്രാക്കിൽ നിരണം വരുന്നു. പത്തനംതിട്ടക്കാരുടെ ഏക വള്ളമായിട്ട് സൂക്ഷിക്കേണ്ട വള്ളം തന്നെയാണ്. നമ്മള് നാലാം ഹീറ്റ്സിന്റെ മത്സരങ്ങൾ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്നും ആരംഭിച്ചിരിക്കുകയാണ്. കുതിക്കുകയാണ് വള്ളം. കരിനാഗങ്ങൾ കുതിക്കുകയാണ്. പുന്നമടക്കായലിന്റെ മാറു പിളർന്ന് അവരുടെ തുഴകൾ ആഞ്ഞു വീശുകയാണ്, ആഞ്ഞു തുഴയുകയാണ്. തുഴയെറിയുക എന്നാണ് പറയുക, തുഴയുക എന്നല്ല പറയുക, തുഴയെറിയുക. അവരുടെ ജീവിതം, അവരുടെ ആത്മവിശ്വാസം, അവരുടെ ആരോഗ്യം, അവരുടെ കഠിനാധ്വാനം എല്ലാം ഈ പുന്നമടക്കായലിന് സാക്ഷ്യം വഹിക്കണം. നേരത്തെ പ്രബോധന ഏറ്റവും സുന്ദരിയായ പുന്നമടക്കായലിനെ പുണരാൻ തീർച്ചയായും സുന്ദരിയായ പ്രണയിക്കുകയാണ് അവർ. പുന്നമടയെ കൊണ്ടുപോകുവാൻ ക്യാപ്റ്റൻ റജി കെയാണ് ലീഡിംഗ്. ലീനാച്ചൻ സണ്ണിയാണ് ക്യാപ്റ്റൻ. 2019 നീരേറ്റുപുറം മാമൻ മാപ്പിള ജലോത്സവത്തിൽ BBC-ക്കൊപ്പം വന്ന് ട്രോഫി നേടിയ ചരിത്രം സെന്റ് ജോർജിന് പറയാനുണ്ട്. തൊട്ടുപുറകെ ഉള്ളത് നടുഭാഗമാണ്. ജിൻഡോ ജോമിയാണ് ക്യാപ്റ്റൻ. അഡ്വക്കേറ്റ് കുര്യൻ ജെയിംസ് ആണ് അതിന്റെ ലീഡിംഗ് ക്യാപ്റ്റൻ. പുന്നമട ബോട്ട് ക്ലബ്ബാണ്. പുന്നമട ബോട്ട് ക്ലബ്ബ് തുഴയുന്നു. നടുഭാഗത്തെ ഏറ്റെടുക്കുകയാണ്. ഈ ട്രോഫി പുന്നമടയിൽ നിന്ന് പോകാൻ ഞങ്ങൾ കാരണം ഇവിടെ കോട്ടയത്തുകാരുണ്ട്. അതെ, അത് ഞങ്ങൾക്ക് ഇവിടെയുള്ള വേണം എന്ന വാശിയിലെ ചരിത്ര പാരമ്പര്യമുള്ള നടുഭാഗത്തിന് 1952 ആലപ്പുഴ കാണാനെത്തിയ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിനെ അതിർത്തിയിൽ വെച്ച് നമുക്കൊരു കാര്യം കൂടെ പറയാം. 2019 നടുഭാഗം പള്ളാത്തുരുത്തി ബോട്ട് ക്ലബിലൂടെ നെഹ്റു ട്രോഫി കൂടിയാണ്. ഏറ്റവും അടുത്ത ഒരു ചരിത്രം നമുക്ക് പറയാം. അതോടൊപ്പം തന്നെ സെന്റ് ജോർജ് ഗാഗുൾത്ത ബോട്ട് ക്ലബ്ബാണ് ഇത്തവണ സെന്റ് ജോർജിനെ പുന്നമടയിൽ എത്തിക്കുന്നത്. 1964 നെഹ്റു ട്രോഫി വിന്നറാണ് സെന്റ് ജോർജ് ചുണ്ടൻ എന്നുള്ള കാര്യം വിസ്മരിക്കാൻ പറ്റത്തില്ല. നേരത്തെ പറഞ്ഞ പോലെ ഞങ്ങൾ വിളിച്ചു പറഞ്ഞു, പത്തനംതിട്ടക്കാരുടെ ഒരു ചുണ്ടൻ, അപ്പർ കുട്ടനാട്ടിൽ നിന്നൊരു ചുണ്ടൻ, അതാണ് നിരണം. അപ്പർ കുട്ടനാടും ലോവർ കുട്ടനാടും ഇങ്ങനെ രണ്ട് സംസ്കാരത്തെ പ്രതിനിധീകരിക്കുമ്പോൾ കരുത്തിന്റെ ലക്ഷണത്തിന്റെ ഒത്തവനായി കടന്നു വരികയാണ് ഈ നിരണം ചുണ്ടൻ. അവനെ നോക്കണം. നമുക്ക് നാലാമത്തെ ഉമാമഹേശ്വരന്റെ കയ്യൂക്കിൽ വിരിഞ്ഞ വള്ളം കൂടിയാണ് ഏറ്റവും പുതിയ പത്തനംതിട്ടക്കാരുടെ സ്വന്തം കരിനാഗമായിട്ടുള്ള നിരണം. 21 നമ്പർ വള്ളം ആയാപറമ്പ് വലിയ ദിവാഞ്ചിയുടെ പേരിലുള്ള ഒരേ ഒരു വള്ളം നിരണം ചുണ്ടൻ ഫാൻസ് അസോസിയേഷൻ ബോട്ട് ക്ലബ്ബാണ്. ആയാപറമ്പ് LSS കരയോഗത്തിന്റെ സ്വന്തമാണ് ആ വള്ളൻ. അതോടൊപ്പം തന്നെ 1979 നെഹ്റു ട്രോഫിയുടെ വിജയി കൂടിയാണ് ആയാപറമ്പ്. എന്താ പറയാ, ഗംഭീരമായ വള്ളങ്ങളാണ് ഈ ട്രാക്കിൽ മത്സരിച്ചിരുന്നത്. പ്രമോദ, എന്ത് തോന്നുന്നു ഈ കളിയൊക്കെ കണ്ടിട്ട്? ഞാൻ ശ്വാസം വിട്ടത് ഇപ്പോഴാ. നേരത്തെ അത് പൊരിഞ്ഞ പോരാട്ടമായിരുന്നു. ഇതിലെ നിരണത്തെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വള്ളമാണ്. നിരണം അത് ആർക്കും വെല്ലുവിളി ഉയർത്താൻ പറ്റുന്ന ഒരു വള്ളമാണ്, അല്ലേ? ട്രെയിനിങ് ഒക്കെ ഫൈനൽ ബർത്ത് ഉറപ്പിക്കുന്നത് തീർച്ചപ്പെടുത്തി വന്നേക്കുന്ന ഒരു വള്ളം കൂടി. ഞാൻ അവരുടെ ട്രയൽ ക്യാമ്പിൽ പോയി. ഞാൻ എല്ലാ വള്ളങ്ങളുടെ ഏകദേശം 8ഓളം ചുണ്ടൻ വള്ളങ്ങളുടെ ക്യാമ്പിൽ പോയി. അതിൽ നിരണത്തെ സാധ്യതാ ലിസ്റ്റിലുള്ള ഒരു വള്ളമാണ്. അതിനോടൊപ്പം നിൽക്കുന്ന നടുഭാഗവും നിരണം തമ്മിലുള്ള ഏറ്റുപിടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇരു കരകളിലും ആൾക്കാർ ആർപ്പോ ഇറോ വിളിക്കുകയാണ്. കേൾവിക്കാരെ 2 നമ്പർ നിങ്ങൾ ഓർത്തു വെച്ചോളൂ. 13, 19. അത് 13 നടുഭാഗം, 19 നിരണം. ഈ 2 നമ്പർ നിങ്ങൾ നോക്കി വെക്കുക. എന്ത് സംഭവിക്കും? തൊട്ട് മുമ്പുള്ള ഹീറ്റ്സിലൂടെ കടന്നുപോയി UBC BBC കാഴ്ചവെച്ചതുപോലെ ഇഞ്ചോടിച്ച് നടത്തുന്നതുപോലെ ഇവിടെ നടുഭാഗത്തിൽ നിന്ന്, അതായത് മറ്റൊരു BBC, ആ BBC പുന്നമട ബോട്ട് ക്ലബ്ബാണ്. അത് പടിഞ്ഞാറക്കരയിലാണ്. അവരുടെ കരുത്തിലാണ് നടുഭാഗമേറി വരുന്നത്. തൊട്ടടുത്തുള്ളത് നിരണം ചുണ്ടനാണ്. നിരണം ബോട്ട് ക്ലബ്ബാണ് തുഴയുന്നത്. 19 അതിന്റെ നമ്പർ. എന്തായാലും നോക്കൂ, ഇതിനെ ഒന്നിച്ച് നമുക്ക് ഇതിന്റെ ശക്തി ആവാഹിച്ചുകൊണ്ട് നമുക്ക് പറയാം ആരായിരിക്കും മുന്നിൽ, ആരായിരിക്കും ഒന്നാം സ്ഥാനത്തെത്തുക. ആ വള്ളങ്ങളൊക്കെ മനോഹരമായിട്ടുള്ള ഓളങ്ങളെ കീറി മുറിച്ച് വരുന്ന ഏറ്റവും മനോഹരമായിട്ടുള്ള ദൃശ്യം. വള്ളത്തിന് മുന്നിൽ നിന്ന് നോക്കിയാട്ടെ, സൈഡിൽ നിന്ന് നോക്കിയാട്ടെ, പിന്നിൽ നിന്ന് നോക്കിയാട്ടെ, ആനയുടെ അഴക് പോലെ തന്നെയാണ് ഒരു ആനച്ചന്തം തന്നെയാണ്. കണ്ടിരുന്നാൽ നമുക്ക് എത്ര കണ്ടിരുന്നാലും മതിയാത്ത. കാരണം ഒന്നാം തുഴക്കാരൻ മുതൽ അങ്ങ് പങ്കായത്തിലിരിക്കുന്ന ഒന്നാം അമരക്കാരൻ മുതൽ വരെയുള്ള ആളുകളെ അത്യുത്സാഹത്തോടെയാണ് ആൾക്കാർ നോക്കുന്നത്, അല്ലെ? നിമിഷങ്ങൾ സംസാരിക്കട്ടെ. നടുഭാഗത്തെ പറ്റി നടുവിൽ സംസാരിക്കുമ്പോൾ എന്താ പറയുന്നത്? നടുഭാഗം ആത്മവിശ്വാസം തമ്മിലുള്ള മത്സരമാണ്. നടുഭാഗവും നിരണവും തമ്മിലുള്ള അത്യുജ്വലമായ മത്സരം. തൊടുപാടുകൾ മുമ്പിലാണ്. റിപ്പോർട്ട് ചാനൽ ആകാശ ദൃശ്യം നടുഭാഗം വള്ളം നിരണം ബോട്ട് ക്ലബിനെ പരാജയപ്പെടുത്തി
എത്തിയിരിക്കുന്നു. നിരണത്തിന് പ്രതീക്ഷയില്ലാത്ത രീതിയിലാണോ അല്ലയോ എന്നുള്ളത് നമുക്ക് പറയാറായിട്ടില്ല. നമുക്ക് സമയത്തിന്റെ ക്രമീകരണം കൂടെ നോക്കണം. എങ്കായാലും 4ാം ഹീറ്റ്സിൽ അതിമനോഹരമായിട്ട് 2ാം ട്രാക്കിലൂടെ തുഴഞ്ഞു വന്ന ബോട്ട് ക്ലബിന്റെ അത്ഭുതങ്ങൾ കാണിച്ചിരിക്കുന്നു. പ്രതീക്ഷയില്ലാതെ അത് മാത്രമല്ല, പുന്നമട ബോട്ട് ക്ലബിന് അത്ര വലിയ വിജയസാധ്യത കൽപ്പിക്കാതിരുന്ന ഒരു വള്ളം കൂടിയാണ്. തീർച്ചയായിട്ടും അവരുടെ പരിശീലനം ആയിക്കോട്ടെ, വളരെ അടുത്ത നാളുകളിലാണ് അവർ പരിശീലനം തുടങ്ങിയത്. മറ്റു വള്ളങ്ങളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇപ്പൊ പള്ളാത്തുരുത്തി വില്ലേജ് ബോട്ട് ക്ലബോ 45 ദിവസം കൃത്യമായിട്ട് പരിശീലനം ചെയ്യുമ്പോൾ അത്രയധികം പരിശീലനത്തിലേക്ക് പുന്നമട ബോട്ട് ചരിത്രം വഴിമാറും. ഇത് ചരിത്രം ഇവിടെ ആവർത്തിക്കും. ആവർത്തിക്കാൻ ഉറപ്പ്. ഫൈനൽ മത്സരം കടുക്കും. ഫൈനൽ മത്സരം കടുക്കും. ഇത് കാണാൻ ഈ കണ്ണുകൾ പോരാ മക്കളെ. ഈ ഫൈനൽ കാണാൻ ഈ കണ്ണുകൾ പോരാ. ഗംഭീര മത്സരം മത്സരത്തിലേക്ക് എത്തും. അടുത്ത ട്രാക്ക് പിടിച്ചിരിക്കുകയാണ്. 5ാം ട്രാക്കിൽ